എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ കൊരട്ടിപ്പള്ളിയിലാണ്. ഇത്തവണത്തെ പെരുന്നാളിന്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ കാണണേ. ഇന്നിപ്പോൾ പെരുന്നാളിന്റെ സമാപനമായ 15ാം ഇടമാണ്. ഇന്നത്തെ ഈ ചടങ്ങുകളോടുകൂടെ പെരുന്നാൾ സമാപിക്കുകയാണ്. പെരുന്നാളിന്റെ 15ാം ഇടമായ ഇന്നത്തെ ദിവസത്തെ ചടങ്ങുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പെരുന്നാളിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. വിദേശങ്ങളിലുള്ള അവർക്ക് നാട്ടിലെ ഈ ചടങ്ങുകൾ കാണിച്ചു തന്നതിന് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് 15ാം ഇടം ചടങ്ങ് കൂടെ യൂട്യൂബിലൂടെ അവരെയൊക്കെ കാണിക്കാമെന്ന് എന്നൊരാഗ്രഹം മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് ഈ സമാപന ദിവസത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് 15ാം ഇടം എന്ന ഈ ദിവസത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒന്ന് പറയാം. അതുപോലെ ഇന്നത്തെ ചടങ്ങുകളും നിങ്ങളെ കാണിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 15ാം ഇടം എന്ന പേര് സൂചിപ്പിക്കുന്നത് 15 സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ ചേർന്ന ഒരു നിശ്ചിത സഞ്ചാര പഥത്തെയാണ്. 15ാം എന്ന സംഖ്യയും ഇടം എന്ന സ്ഥലസൂചക പദവും ചേർന്നാണ് ഈ നാമം രൂപപ്പെട്ടത്. ഈ 15 എന്ന സംഖ്യ കത്തോലിക്ക ആരാധനാക്രമത്തിൽ ഗഹനമായ അർത്ഥങ്ങൾ വഹിക്കുന്നു. 1. കുരിശിന്റെ 14 വഴികൾ. സാധാരണയായി ക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഭക്തിമാർഗമാണിത്. ഇതിലെ 15ാമത്തെ സ്ഥാനം പലപ്പോഴും ഉയിർത്തെഴുന്നേൽപ്പിനെയോ ക്രിസ്തുവിന്റെ വിജയത്തെയോ സൂചിപ്പിക്കുന്നു. 2. പരമ്പരാഗത ജപമാല. പരമ്പരാഗതമായി 15 ദശകങ്ങൾ, രഹസ്യങ്ങൾ, സന്തോഷം, ദുഃഖം, മഹിമ ചേർന്നതാണ് ജപമാല. മഹിമയുടെ രഹസ്യങ്ങൾ അവസാനിക്കുന്നത് മറിയത്തിന്റെ കിരീടധാരണത്തിലാണ്. ഈ പശ്ചാത്തലത്തിൽ 15ാം ഇടം എന്നത് ദുരിതത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ദിവസങ്ങൾക്കൊടുവിൽ കൊരട്ടിമുത്തിയുടെ വിജയത്തിലേക്കുള്ള മരിയൻ പാതയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. തുലാഭാരം, മുട്ടിലിഴയൽ തുടങ്ങിയ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്ത തീർത്ഥാടകർക്ക് തിരുനാളിന്റെ ആത്മീയവും വൈകാരികവുമായ പരിഹാരം നൽകുന്നത് ഈ സമാപന ചടങ്ങാണ്. 15ാം ഇടം എന്ന സമാപന കർമ്മം ഒരു വലിയ പ്രദക്ഷിണത്തിലൂടെയാണ് പൂർത്തിയാക്കുന്നത്. ഇതിന്റെ ഘടനയെ 3 പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം. തിരുസ്വരൂപത്തിന്റെ പ്രയാണവും ഒരുക്കവും. തിരുനാളിന്റെ സമാപന ചടങ്ങുകൾ ആരംഭിക്കുന്നത് മറിയത്തിന്റെ തിരുസ്വരൂപത്തിന്റെ അല്ലെങ്കിൽ തിരുശേഷിപ്പിന്റെ പ്രത്യേക അലങ്കാരങ്ങളോടെയാണ്. ഇത് തിരുനാളിനായുള്ള അധികാരം ഔപചാരികമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ പ്രതീകമായി വിലയിരുത്തപ്പെടുന്നു. പ്രദക്ഷിണം പള്ളിയുടെ പരിധിക്കുള്ളിലെ 14 നിർവചിത സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഇത് കുരിശിന്റെ വഴിയുടെ ഘടനയെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും കൊരട്ടിയിൽ ഇത് മറിയത്തിന്റെ വിജയത്തെ ആഘോഷിക്കുന്നു. ഈ 14 സ്ഥലങ്ങളും പ്രാദേശിക ചരിത്ര സംഭവങ്ങളെയോ നിശ്ചിത ഭക്തിരഹസ്യങ്ങളെയോ പ്രതിനിധാനം ചെയ്തേക്കാം. ഈ പ്രദക്ഷിണം കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രോത്സവങ്ങളിലെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടി, മുത്തുകുടകളുടെ വർണ്ണശബളിത എന്നിവ ഇതിന്റെ ഭാഗമാണ്. 15ാമത്തെ സ്ഥാനമെന്നത് പ്രദക്ഷിണത്തിന്റെ പാരമ്യതയാണ്. ഇത് പള്ളിയുടെ അകത്തോ പുറത്തോ ഉള്ള ഒരു പ്രത്യേക സ്ഥാനമായിരിക്കാം, അല്ലെങ്കിൽ തിരുസ്വരൂപം പ്രധാന അൾത്താരയിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു നിശ്ചിത നിമിഷമായിരിക്കാം. 15ാം ഇടം എന്ന ചടങ്ങിന് വലിയ ജനക്കൂട്ടത്തെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം എന്ന നിലയിൽ വലിയ പ്രാധാന്യമുണ്ട്. പള്ളിക്കുള്ളിൽ തിങ്ങിക്കൂടാതെ ഭക്തസമൂഹത്തിന് മുഴുവനും ആത്മീയമായ ക്ലൈമാക്സിൽ പങ്കുചേരാൻ ഈ പ്രദക്ഷിണ ഘടന അവസരം നൽകുന്നു. 15ാം ഇടം പൂർത്തിയാക്കുന്നതിലൂടെ വാർഷിക തിരുനാളിന്റെ ആത്മീയമായ ഔപചാരികമായ സമാപനം കുറിക്കുന്നു. കൊരട്ടിമുത്തിയുടെ വാർഷിക തിരുനാൾ കേവലം ഒരു മതപരമായ ആഘോഷം എന്നതിനുപരി കേരളത്തിലെ ക്രിസ്തീയ ഭക്തിയുടെയും പ്രാദേശിക സംസ്കാരത്തിന്റെയും സവിശേഷമായ സമന്വയത്തെ പ്രതിഫലിപ്പിക്കുന്നു. 15ാം ഇടം എന്ന ചടങ്ങ് കൊരട്ടിപ്പെരുന്നാളിന്റെ സത്ത പൂർണ്ണമാക്കുകയും തീർത്ഥാടന ചക്രത്തിന് അനിവാര്യമായ ആത്മീയവും സാമൂഹികവുമായ സമാപനം നൽകുകയും ചെയ്യുന്നു. അതിനാൽ 15ാം ഇടം എന്നത് കൊരട്ടിമുത്തിയുടെ തീർത്ഥാടനത്തിന്റെ ആത്മീയമായ അടിത്തറ നിലനിർത്തുന്നതിൽ നിർണായകമായ ചട്ടക്കൂടായി വർത്തിക്കുന്നു. അവരുടെ കരങ്ങള് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഭക്ഷണം പാചകം ചെയ്ത മധുവും ടീമും പള്ളിമേടയിലും പാരിഷ് ഹോളിലുമായിട്ടാണ് ഭക്ഷണം പാചകം ചെയ്തിരുന്നത്. വളരെ നല്ല ഭക്ഷണം കൊടുത്ത വോളണ്ടിയേഴ്സിനെയും ഇവിടെ വരുന്നവരെയും ഗസ്റ്റുകളെയും എല്ലാം സ്വീകരിച്ച് നല്ല ഭക്ഷണം ചെയ്ത ടീമങ്ങളെ പ്രത്യേകം വോളണ്ടിയേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. പള്ളിയൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ച് സ്പോൺസർ ചെയ്തവരുടെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങള്, പാരിഷ് കൗൺസിലേഴ്സ് എന്നിവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. മനോഹരമായ വർണ്ണമഴകൾക്ക് വെടിക്കെട്ടിന് നേതൃത്വം നൽകിയ പുഷ്കരനും സംഘവും പള്ളി പരിസരങ്ങള് തിരുനാളിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ സഹകരിച്ച കച്ചവടക്കാര് എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്കും അടിമയും കുമ്പസാരും എന്നിവയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ബഹുമാനപ്പെട്ട കൊച്ചന്മാരുണ്ട്. എത്രമാത്രം നന്ദി പറഞ്ഞാൽ തീരുമെന്നറിയില്ല. എല്ലാ കാര്യങ്ങളിലും കൃത്യതയോടെ രാത്രി രൂപം എടുത്തു വെച്ച്
11-12 മണിയാകുമ്പോൾ ഇറങ്ങുന്നു. പിന്നീട് രാവിലെ പിന്നെ തുടങ്ങുക. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുണ്ടായിരുന്നു. ഡീക്കൻ തൊമ്മൻ കുരീക്കലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വേലയിടത്തെ ഡീക്കനുണ്ട്, മറ്റ് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. റൊഗാത്തെ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ജമേഴ്സൺ വയനാടത്തച്ഛനുണ്ട്. നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്ന എല്ലാവരെയും ഒരുപിടി വൈദികരുടെ സഹായം നമുക്കുണ്ടായിരുന്നു. ബ്രദേഴ്സിന്റെ സഹായം ഉണ്ടായിരുന്നു. മുടക്കമില്ലാതെ കുമ്പസാരവും അടിമയ്ക്ക് സൗകര്യം ഒരുക്കി എല്ലാ വൈദികരെയും എല്ലാ ബ്രദേഴ്സിനെയും ഡീക്കന്മാരെയും ഏറ്റവും നന്ദിയോടെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു.
എനിക്ക് ഈ പള്ളിയിൽ വന്നപ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നിയത് ധാരാളം ഭക്തജനങ്ങൾ, അതും ജാതിമത ഭേദമന്യേ ഈ പള്ളിയിലും പരിസരത്തുമായി ഉണ്ട്. കൊരട്ടിമുത്തിയുടെ പെരുന്നാൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല കൊണ്ടാടുന്നത്, മറ്റു മതവിശ്വാസികളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പെരുന്നാളാണ് കൊരട്ടിപ്പള്ളി പെരുന്നാൾ. മതചിന്തകളും വർഗീയതയൊക്കെ വളർന്നു വരുന്ന ഈ കാലത്ത് ഒത്തൊരുമയോടെ എല്ലാവരും ഒന്നിച്ചുള്ള ഈ പെരുന്നാൾ സംഗമം മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ചയാണ്. ഇതുപോലുള്ള പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ എല്ലാവരും ഒത്തൊരുമയോടെ ആഘോഷിക്കുമ്പോൾ ജാതിമത ചിന്തകൾക്കപ്പുറമായി മനുഷ്യന്റെ ഒത്തൊരുമയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ തിരുനാളിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മതമൈത്രിയുടെ ഒരു സംഗമ ഭൂമിയാണ് കൊരട്ടിപ്പള്ളി എന്നുള്ളത് ഈ നാടിന്റെ അഭിമാനമാണ്. അതുപോലെ തന്നെ ഹൈന്ദവ ആചാരങ്ങൾ നടക്കുന്ന പള്ളി കൂടിയാണ് കൊരട്ടിപ്പള്ളി. പൂവൻകുല സമർപ്പണം, തുലാഭാരം, പാക്കനാർ പാട്ട് തുടങ്ങിയ ആചാരങ്ങൾ കൊരട്ടിപ്പള്ളിയിലുണ്ട്. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഐതിഹ്യങ്ങളുമുണ്ട്.
നിർമ്മലമായ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങേ പക്കലേക്ക് കണ്ണുകളുയർത്തി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മതമൈത്രിയുടെ സംഗമ സ്ഥലമായ ഈ കൊരട്ടിപ്പള്ളിയിലെ തിരുനാൾ കാഴ്ചകളും അതുപോലെ ഇപ്പോൾ 15ാം ഇടത്തിലെ ചടങ്ങുകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.